ഓർമ്മകൾ കൊണ്ട് പ്രതിരോധം തീർക്കുകയാണ് പാലക്കാട് പുതുപ്പള്ളി തെരുവിലുള്ളവർ. വെടിവെപ്പിൽ കൊല്ലപ്പെട്ട സിറാജ് നുസിയുടെ ഓർമ്മകളാണ് ഇവർ കാത്തുസൂക്ഷിക്കുന്നത്. ഇവിടെയുള്ള ഒരു റോഡ് ഈ നാട് സിറാജ് നുസിയുടെ പേര് നൽകി. കേരളത്തെ നടുക്കി സിറാജ് നുസ വെടിയേറ്റ് മരിച്ചിട്ട് 32 വർഷം കഴിയുകയാണ്. BJP നേതാവ് മുരളി മനോഹർ ജോഷി നയിച്ച ഏകതാ യാത്രയ്ക്ക് നേരെ ആക്രമമുണ്ടായെന്ന പേരിൽ പോലീസ് നടത്തിയ ഏകപക്ഷീയമായ വെടിവെപ്പിലായിരുന്നു 11 വയസ്സുകാരി സിറാജ് നിസ കൊല്ലപ്പെട്ടത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെയാണ് ആ കുരുന്ന് ജീവൻ നഷ്ടമായത്. വെടിവെപ്പിന് ശേഷം സിറാജ് നിസയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്ത പോലീസിന്റെ ഞെട്ടിക്കുന്ന നിലപാടുകൾക്ക് വരെ കേരളം സാക്ഷിയായി. കുടുംബം കുറേക്കാലം നിയമപോരാട്ടം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പക്ഷേ ഒരു പ്രദേശമാകെ എന്നും സിറാജ് നിസയുടെ ഓർമ്മകൾക്കൊപ്പമാണ്. ഏറ്റവും ഒടുവിൽ ഒരു റോഡിന് സിറാജ് നിസയുടെ പേരു തന്നെ നൽകി. ഓർമ്മകൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്ന് ഇവർ വിശ്വസിക്കുന്നു. മറവിക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് ഓർമ്മകൾ തന്നെയാണ്. ആ കുട്ടി മരണപ്പെട്ട ഈ പ്രദേശത്ത് ആ ചരിത്രത്തിൻ്റെ ഈ അനുഭവങ്ങൾ വളർന്നു വരുന്ന തലമുറ മനസ്സിലാക്കണം എന്നതുകൊണ്ട് തന്നെയാണ് ഈ പേര് ഈ റോഡിന് ഇടാൻ തീരുമാനിച്ചത്. 1991 ഡിസംബർ 15 ഉച്ചയ്ക്കാണ് സുഹൃത്തുക്കൾക്കൊപ്പം കളിക്കുകയായിരുന്ന 11 വയസ്സുകാരിക്ക് നേരെ പോലീസ് വെടിവെക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായ രമൺ ശ്രീവാസ്തവയാണ് യാതൊരു സംഘർഷവുമില്ലാത്ത പുതുപ്പള്ളി തെരുവിൽ അന്ന് വെടിവെപ്പിന് ഉത്തരവിട്ടത്. നടുക്കുന്ന ആ നിമിഷത്തിന്റെ ഓർമ്മയായി നിലനിന്നിരുന്ന വെടിയുണ്ട കൊണ്ട വീടും കിണറുമെല്ലാം ഇപ്പോൾ പുതുക്കി പണിതു. പക്ഷേ സിറാജ് നിസയെ ഓർക്കാതെ ഒരു ഡിസംബർ 15 പോലും പുതുപ്പള്ളി തെരുവിൽ കടന്നുപോയിട്ടില്ല. ക്യാമറാമാൻ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.